ആരെയും വിശ്വസിക്കരുത്. എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ അമ്മാതിരി പറ്റിയിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇത്രയും മെഡിസിൻസിന് ചെയ്യാൻ കഴിയാത്തത് ഒരു സോപ്പിന് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താണ് ഈ സോപ്പിലുള്ളത്? ഈ സോപ്പിന്റെ പ്രത്യേകതയാണോ? അപ്പൊ എന്താണ് സോപ്പ് മേക്കിംഗ് എങ്ങനെയാണ്? അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ചേർക്കുന്നത്? ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമാറ്റിക് പ്രശ്നങ്ങൾ കൊണ്ട് സ്വന്തമായി കണ്ടുപിടിച്ച ഒരു സോപ്പ്, ആ സോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു വനിതാ സംരംഭകയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആര്യ മാം, വെൽക്കം ടു ABC മലയാളം ബിസിനസ്. താങ്ക് യു. അപ്പം ആ പറഞ്ഞ പോലെ ഒരു തനിക്ക് വന്ന അല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുക സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അത് ആ ഫസ്റ്റ് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഈ ഐഡിയ ഉണ്ടായതാ നമുക്കിത് ചെയ്താലോ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്ക് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഹാർഷ് വിൻറ്റേഴ്സിൽ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നു, ചൊറിച്ചിൽ, രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെ വന്നപ്പം എല്ലാം ട്രൈ ചെയ്ത്, മെഡിസിനൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു രക്ഷയില്ലാഞ്ഞപ്പോഴാണ് ഒരാളിങ്ങനെ ഹാൻഡ് മെയ്ഡ് സോപ്പ്, അതും ഞാൻ അഹമ്മദാബാദിൽ IIM പഠിക്കുന്നുണ്ടായിരുന്നു, പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരാളിങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. അവിടെ വെച്ച് വാങ്ങിച്ച് ഡൽഹിയിൽ വന്ന് ട്രൈ ചെയ്യുന്നു. ഭയങ്കര റിസൾട്ട്. ഒരു 2-3 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ ചൊറിച്ചിൽ മാറി. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇത്രയും മെഡിസിൻസിന് ചെയ്യാൻ കഴിയാത്തത് ഒരു സോപ്പിന് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താണ് ഈ സോപ്പിലുള്ളത്? ഈ സോപ്പിന്റെ പ്രത്യേകതയാണോ? അപ്പൊ എന്താണ് സോപ്പ് മേക്കിംഗ് എങ്ങനെയാണ്? ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ അറിയാൻ വേണ്ടി വായിക്കുകയും വീഡിയോസ് കാണുകയും അതിനെപ്പറ്റി ജേർണൽസ് വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നതും സാധാരണ സോപ്പ് ഉണ്ടാക്കുന്നതും അതിനകത്തുനിന്ന് ഗ്ലിസറിൻ മാറ്റുന്നതും, നമുക്ക് മോയ്സ്ചറൈസേഷന് ഗ്ലിസറിൻ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം സാധാരണ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സോപ്പിൽ ഗ്ലിസറിൻ ആഡഡ് ആണ്. പക്ഷെ നാച്ചുറൽ സോപ്പ്, ഒരു കോൾഡ് പ്രോസസ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിൻ അതിനകത്ത് ഉണ്ടായി വരുന്നതാണ്. അത് നല്ല നാച്ചുറലി സോഫ്റ്റൻ ചെയ്യുന്നതാണ്. അതിൽ ഡ്രൈനെസ് ഉണ്ടാവത്തില്ല. അതുപോലെ ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞ കണ്ടന്റ്, അല്ലെങ്കിൽ ഏത് മിൽക്ക് ആയിക്കോട്ടെ, അത് മോയ്സ്ചറൈസിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ സ്കിന്നിന് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഡ്രൈനെസ് മാറാനൊക്കെ. ഇപ്പോൾ ശരിക്കും സോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്ലെൻസിങ് ഏജന്റ് ആണ്. അതിനകത്ത് ഡ്രൈനെസ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ഇതെങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ആഡ് ചെയ്താലോ എന്തൊക്കെ ഗുണം ഉണ്ടാവും, അങ്ങനെയൊക്കെ കണ്ട് മനസ്സിലായി. പക്ഷേ അത് ചെയ്യണമെന്നോ ഒരിക്കലും ഒരു ബിസിനസ് ആയിട്ട് ഉണ്ടാക്കണമെന്നോ ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഈ സോപ്പ് തീർന്നു പോയപ്പം എനിക്ക് ബാക്കി പഴയ സോപ്സിലോട്ട് പോകാൻ തോന്നിയില്ല. എനിക്ക് മനസ്സിലായി അത് നമ്മുടെ സ്കിന്നിന് പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് നാച്ചുറലിന് കേൾക്കുന്ന സോപ്സ്, നാച്ചുറലിന് കേട്ടു, ഓർഗാനിക്കിന് കേട്ടു, പറഞ്ഞ ആയുർവേദിക് സോപ്സ്, അങ്ങനെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളുടെ പല ബ്രാൻഡിൻ്റെയും സോപ്സ് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ചിലതാണെങ്കിൽ ആദ്യം ഒന്ന് നല്ല മണം ഉണ്ടായിരിക്കും, പിന്നെ അതൊരു ബാർ സോപ്പിൻ്റെ ഒരു ടെക്സ്ചറും മണമായിരിക്കും, ഇറിറ്റേഷൻ ഉണ്ടാവും. ചിലതിൽ ഒരു ചൊറിച്ചിലൊന്നും മാറാത്ത പോലെ ഡ്രൈനെസ് ഉണ്ടാവും. പക്ഷേ ഈ പേര് പറയുന്ന പോലെ ഒന്നും വന്നില്ല. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം അതിൻ്റെ ലേബിൾസ് വായിക്കാനായിരുന്നു. കാരണം എനിക്കിപ്പം മനസ്സിലായി എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ലേബിൾസ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇതാണോ ഉള്ളത്, അതോ ഈ പറയുന്ന ഓർഗാനിക് എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നാച്ചുറൽ സോപ്പ് എന്ന് പറയുന്നുണ്ടാവും. ഇൻഗ്രീഡിയൻസ് ഈ പറയുന്ന പോലെ കൊമേഴ്ഷ്യൽ സോപ്സിൽ അവൈലബിൾ, മാർക്കറ്റിംഗിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെയായിരുന്നു മിക്ക കൊമേഴ്ഷ്യലി അവൈലബിൾ സോപ്സും. മാം പറഞ്ഞതനുസരിച്ച് മാം ആ ഒരു R&Dയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗമായി കൂടെ ചിലപ്പോൾ അതായിരിക്കും. അപ്പം അത് വായിക്കുമ്പോൾ ഈ പറയുന്ന പല ബ്രാൻഡുകളിലും പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഇല്ല എന്നാണ് മാം കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മൾ TV വയ്ക്കുവാണെങ്കിൽ എന്താ പറയുക, കോക്കനട്ട് മിൽക്ക് ഉള്ള സോപ്പ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ സോപ്പിന് നല്ലതാണ്. പക്ഷേ കോക്കനട്ട് മിൽക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, കെമിക്കൽസിന് പകരമാണോ കോക്കനട്ട് മിൽക്ക്? എല്ലാ കെമിക്കൽസും കുത്തി നിറച്ചിട്ട് 1% കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക്. അവർ പറയുന്നതിൽ കള്ളമില്ല, കോക്കനട്ട് മിൽക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ശതമാനം എണ്ണയുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ എന്ത് മാറ്റിയിട്ടാണ് അത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് ഉള്ളപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അതിന് മുമ്പാണെങ്കിൽ എന്നോട് ചോദിച്ചാലും മാർക്കറ്റിലെ ഏറ്റവും നല്ല പരസ്യം, ഏറ്റവും കൂടുതൽ ഓടുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും നാവിന് തുമ്പത്ത് വരുന്ന സോപ്പായിരിക്കും എനിക്കും നല്ല സോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ ബേസിക് ക്രീം ഭയങ്കര സക്സസ്ഫുൾ ആയി. ഞാനൊരു സാമ്പിൾ ഉണ്ടാക്കി നോക്കിയത്, അത് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആയിരിക്കുന്നു. അതിനകത്ത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഏറ്റവും ബേസിക് നല്ല ബട്ടർ വെച്ചിട്ടുള്ളൊരു ക്രീം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് കൂടുതൽ മോയ്സ്ചറൈസ് ചെയ്യുന്നു. എൻ്റെ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമറുണ്ട്. അവർ പറയുന്നത് സാധാരണ അവർക്ക് OP ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യണം. എത്ര ഹാൻഡ് വാഷ് ചെയ്താലും ഹാൻഡ്സ് ഡ്രൈ ആവും. അപ്പോൾ എത്ര ക്രീം ഇട്ടാലും മോയ്സ്ചറൈസ് ആവാത്തത് നിങ്ങളുടെ ക്രീം ഇടുമ്പോൾ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. അത് ട്യൂബ് ഫോമാറ്റിലാക്കാവോ എന്നൊക്കെ ചോദിച്ച് എന്നോട് സജഷൻ ചോദിക്കുന്നത്. എന്നോട് നല്ലത് പറയാനല്ല വിളിച്ചത്, ഇത് ട്യൂബിലാക്കുമായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറയാൻ വിളിച്ചപ്പോൾ ഇത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്രീം
ഉണ്ടാക്കുമ്പോൾ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീമിനേക്കാളും മുന്തിയ ഒരു റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആണ്. നമ്മളിപ്പം സ്നാന നാച്ചുറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കെമിക്കൽസും യൂസ് ഉള്ളതാണോ പറയുന്നത്, അതോ കെമിക്കൽസ് ഉണ്ട്, ഇന്ന കെമിക്കൽസ് കാരണം നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കെമിക്കൽ എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്ന H2O അത് കെമിക്കലാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം കെമിക്കലാണ്. പ്രോട്ടീൻസ് ഇതൊക്കെ കെമിക്കൽസ് ആണ്. അങ്ങനെ പറയുവാണെങ്കിൽ എല്ലാം കെമിക്കലാണ്. നമുക്ക് കെമിക്കലിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡി തന്നെ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ കെമിക്കലിന് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്നാന നാച്ചുറൽസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് പ്രകൃതിയിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അധികം പ്രോസസ്സ് ചെയ്യപ്പെടാത്തത്, അത് നമ്മൾ നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്ന പോലെ. ഇപ്പം നമുക്കൊരു പഴം, ഒരു ഫ്രൂട്ട് ഡയറക്റ്റ് എടുത്താൽ അത് നാച്ചുറലാണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു മൈദ അല്ലെങ്കിൽ അങ്ങനെ പ്രോസസ്സ് ചെയ്ത ഫ്ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഇപ്പം കേക്കോ കുക്കീസോ അതൊക്കെ പ്രോസസ്ഡ് ഫുഡാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കെമിക്കൽസ് വരും. ഇപ്പം കോക്കനട്ട് ക്ലെൻസേഴ്സ് ഒക്കെ ഫേസ് വാഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കെമിക്കൽസ് ആണെങ്കിലും സൈഡ് എഫക്ട്സോ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസും അല്ല, കോക്കനട്ട് ഓയിലിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കെമിക്കൽസ് ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് തന്നെ ആദ്യമായിട്ടൊരു സോപ്പ് ഉണ്ടാക്കി. സോപ്പിനകത്ത് കെമിക്കൽ വരുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ലൈ എന്ന് പറയുന്ന കെമിക്കൽ ഇല്ലാതെ ഒരിടത്തും സോപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുറച്ച് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്നത് ആഫ്രിക്കൻ ബ്ലാക്ക് സോപ്പാണ്. അതല്ലാതെ എല്ലാ സോപ്പിലും ലൈ ആവശ്യമുണ്ട്. പക്ഷേ ഈ അവസാന എൻഡ് പ്രോഡക്റ്റിൽ ലൈയുടെ അംശം ഉണ്ടാവത്തില്ല. അത് എണ്ണയെ സോപ്പാക്കി മാറ്റുകയാണ്. എണ്ണയും ബട്ടേഴ്സിനെ ഉള്ള ഫാറ്റിനെ സോപ്പാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ആ പ്രോസസ്സിലൂടെ, സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. അപ്പോൾ അത് കഴിയുമ്പോൾ എൻഡ് പ്രോഡക്റ്റിൽ കെമിക്കൽ ഇല്ല. അപ്പോൾ നമുക്കതുകൊണ്ടൊരു ഇഷ്യൂ വരുന്നില്ല. നന്നായിട്ട് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും ക്യൂറിങ് എന്ന് പറയും. അതൊന്ന് അതിൻ്റെ സാപ്പോണിഫിക്കേഷൻ്റെ കഴിഞ്ഞിട്ട് ലൈഫ് ഫുള്ള് പോകണം സോപ്പിൽ നിന്ന്. ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ക്രീംസിലാണെങ്കിലും നമ്മൾ ബട്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇമൾസിഫൈങ് വാക്സ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് പലതരം കെമിക്കൽസ് ഉപയോഗിക്കാം അതിൻ്റെ റേറ്റ് ഓഫ് ഇമൾസിഫിക്കേഷൻ കൂട്ടാനും. അപ്പോൾ ഇമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓയിലും ബട്ടറും കൂടെ അല്ലെങ്കിൽ വാട്ടറും ഓയിലും ബട്ടറും കൂടെ ഒരുമിച്ച് ഒരൊറ്റ പ്രോഡക്റ്റ് ആക്കണം. നമ്മൾ കേക്ക് മേക്കിങ്ങിലൊക്കെ അത് ഇമൾസിഫൈ ആയിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത്. അതുപോലെ സ്കിൻ പ്രോഡക്റ്റിൽ നമുക്ക് ക്രീമായിട്ട് ഉണ്ടാക്കാം. അപ്പം വെള്ളവും ക്രീം ഓയിലും കൂടെ ചേർന്ന് ഇമൾസിഫൈ ചെയ്യുന്ന ഏജൻറ്റ് വെച്ച് ഇമൾസിഫൈ ചെയ്ത് വരുമ്പോഴാണ് അത് ക്രീം ആവുന്നത്. അത് നമുക്ക് കെമിക്കൽസ് വെച്ച് ചേർക്കാം. അതിനകത്ത് ഓയിൽ ചേർക്കാതിരിക്കാം, ബട്ടർ ചേർക്കാതിരിക്കാം. ഇപ്പോൾ എൻ്റെ പ്രോഡക്ട്സിന് റേറ്റ് ഉണ്ട്. കാരണം പ്യുവർ ബട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്, പ്യുവർ ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. അതിന് റേറ്റ് ഉണ്ട്. അതിന് പകരം നമുക്ക് ഇതിനെ മിമിക് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉപയോഗിക്കാം. അതിനൊക്കെ കിലോയ്ക്ക് 5 രൂപ 10 രൂപയൊക്കെ വരുന്ന ഭയങ്കര, അതാണ് കെമിക്കൽസ്. അതിന് വിലയില്ല. അതെല്ലാം ഒരു ലാബിൽ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് ചെയ്ത് നമുക്ക് സ്കിന്നിന് ഗുണം ഉണ്ടാവുന്നില്ല, പക്ഷെ നല്ല സ്ലിപ്പ് കിട്ടുന്ന ഒരു ക്രീമായിരിക്കും. ഇടുമ്പോൾ നമുക്ക് ഫീൽ ഉണ്ടാവും വാവ് നല്ല ടെക്സ്ചർ ആണെന്ന്. പക്ഷെ സ്കിന്നിന് അതുകൊണ്ട് ഗുണമില്ല, അല്ലെങ്കിൽ താൽക്കാലികമായ ഗുണം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാ മോസ്റ്റ് ഓൺട്രപ്രണേഴ്സിനോട് സംസാരിക്കുമ്പോഴും എല്ലാവരും പറയും നല്ലത് കൊടുക്കണമെങ്കിൽ അതിന് റേറ്റ് കുറച്ച് ഭീകരമായിരിക്കും. അപ്പം മാമിൻ്റെ ആദ്യത്തെ ആ പ്രോഡക്റ്റ് ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കണം എങ്കിൽ അതിൻ്റെ പ്രൈസ് റേഞ്ച് കുറയ്ക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? മാസ് മാനുഫാക്ചറിങ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരളവിൽ കൂടുതൽ കിട്ടത്തില്ല. നമുക്ക് സാധാരണ കെമിക്കൽസ് ആണെങ്കിൽ നമുക്ക് ടൺ കണക്കിന് കിട്ടും. ഇതാണെങ്കിൽ ബട്ടേഴ്സ്, മിൽക്ക്, ഇതൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് കിട്ടാൻ. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇതുപോലെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഹൈ ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഇത്. എനിക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റണമെന്ന്. ഇപ്പം ഞാൻ കൂടുതലും എക്സിബിഷൻസിൽ സെയിൽ ചെയ്യുമ്പം സോപ്പ് പറയുവാണെങ്കിലും പറയുന്നത് സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പം ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാം, കീമോ കഴിഞ്ഞ പേഷ്യൻസിന് യൂസ് ചെയ്യാം. പല തെറാപ്പി കഴിഞ്ഞിട്ടും സ്കിന്നിന് ഡ്രൈനെസ്സോ ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് ആവും. പക്ഷേ എല്ലാ സോപ്പും യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒരു പ്രശ്നമുള്ളവർക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യണമെന്നാണ് എല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന മാക്സിമം പോയാൽ നമുക്കൊരു ഭയങ്കര ബൾക്കൊക്കെ ചെയ്ത് ഒരു 250 വരെ കുറച്ച് കൊണ്ടുവരാം. അതിൻ്റെ താഴെ ഇത് കുറയില്ല. മാഡത്തിൻ്റെ പ്രോഡക്ട്സ് നാച്ചുറൽ ആണ് അല്ലെങ്കിൽ ഓർഗാനിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാം, അത് സേഫ് ആണ്
എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ചേർക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഗോട്ട് മിൽക്ക് സോപ്പ് മോയ്സ്ചറൈസിങ് ആണ്. സാധാരണ ഒരു കുട്ടികളുടെ സോപ്പിനേക്കാളും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഈ പറഞ്ഞ പോലെ കീമോ കഴിഞ്ഞ പേഷ്യൻസിനും ഒക്കെ യൂസ് ചെയ്യാം. സ്കിൻ ഇഷ്യൂസ് ഉള്ളവർക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. സോറിയാസിസ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കുറേയൊക്കെ സോർട്ട് ആവും. അതുപോലെ ലിപ് ബാംസ്, അത് എഡിബിൾ ആയിട്ടുള്ളതാണ്. അതായത് അതിനകത്ത് വരുന്നത് കൊക്കോ ബട്ടറാണ്. കൊക്കോ ബട്ടർ എടുക്കാൻ കാരണം നമ്മളുടെ കോട്ടയത്ത് നല്ല കൊക്കോ പ്ലാന്റേഷൻസ് ഉണ്ട്, പ്യുവർ ആയിട്ടുള്ള കൊക്കോ ബട്ടർ. അത് ഇവിടെ കിട്ടുന്നതല്ല, എക്സ്പോർട്ട് ചെയ്യുന്നത് ആണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് അതും ചോക്ലേറ്റിന് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയും എഡിബിൾ ആണ്, ഒരു ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും അതിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കി അത് ലിപ് ബാമിന്. കാരണം ലിപ്സിൽ ഇടുന്നത് ഉള്ളിൽ പോകും. അപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും കഴിച്ച് പോകും. ലിപ്സ്റ്റിക്ക് ഇതിനകത്തുള്ള കണ്ടന്റ് ഇപ്പം യൂഷ്വലി പറയുന്നത് ലിപ്സ്റ്റിക്കിനകത്ത് മെർക്കുറി കണ്ടന്റ് ഉണ്ട്. അപ്പോൾ വൺസ് നമ്മൾ ലിപ് ബാം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു ഒരു അംശം മെർക്കുറി അകത്തേക്ക് പോകുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം മാം പറഞ്ഞല്ലോ, ഇപ്പം ലിപ് ബാമിനകത്ത് ഈ പറയുന്ന പോലെ എഡിബിൾ ആണ്. അപ്പം അത്രയും അഷുറൻസ് മാം പറയാം എനിക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല എന്നല്ലേ പറയും. അപ്പം ഈ പറഞ്ഞ പോലെ ഇതില്ലാതെ ഇപ്പം മെർക്കുറി കണ്ടന്റ് ആഡ് ചെയ്താൽ ഈ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇപ്പം മാം പറഞ്ഞു മാമിന്റെ ലിപ് ബാമിനകത്ത് ഇതിനകത്തൊന്നുമില്ല. പകരം ഇതിനെല്ലാത്തിനും പകരം നാച്ചുറലി എലമെന്റ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബട്ടറോ ഓയിലോ ഉള്ള ഇൻഗ്രീഡിയൻസിനകത്ത് വെള്ളത്തിൻ്റെ കോണ്ടാക്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്യുവർ ബട്ടറി ഇതാണ്. ഇപ്പം അതിനകത്ത് തന്നെ ഇപ്പം പലരും പറയുന്നുണ്ട് നാച്ചുറൽ ലിപ് ബാം ആണ്, ബീട്രൂട്ട് ലിപ് ബാം ആണ് എന്നൊക്കെ. പക്ഷേ ബീട്രൂട്ട് ലിപ് ബാം, നമുക്ക് ബീട്രൂട്ടിൻ്റെ കളറുള്ള ലിപ് ബാം ഉണ്ട്, പക്ഷേ കളറിന് ചേർത്തേക്കുന്ന ബീട്രൂട്ട് അല്ല. ബീട്രൂട്ട് ചേർക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കുക, ബീട്രൂട്ട് അരച്ച് ആണെങ്കിൽ അതിൻ്റെ പൊടി എന്ന് പറയുന്നത് പലപ്പോഴും മായം കലർന്ന പൊടിയാണ് കിട്ടുന്നത്. അതിനകത്ത് കളർ വരുമായിരിക്കും, പക്ഷേ അത് ഒറിജിനൽ അല്ല. പ്യുവർ ബീട്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് 2-3 ദിവസം നിൽക്കത്തേ ഉള്ളൂ. അത് കൊള്ളില്ല. അതിനകത്ത് ഫംഗൽ ബാധ ഉണ്ടാവും. അത് വാട്ടറിയാണ്, വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതിനകത്ത് ലൈഫ് ഉണ്ട്, ജീവാംശം ഉണ്ട്. അപ്പോൾ അത് കേടാവും. പെട്ടെന്ന് ഫംഗൽ ബാധയോ ബാക്ടീരിയാസോ ഒക്കെ കയറിയിട്ട് നമുക്ക് ചുണ്ടിൽ ചൊറിച്ചിലും ഇഷ്യൂസ് ഒക്കെ വരും. പക്ഷേ ഇത് നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പ്യുവർ ബട്ടറിനകത്താണ്, കൊക്കോ ബട്ടറിനകത്ത് ഫുഡ് ഗ്രേഡ് കളേഴ്സ്, FDA സർട്ടിഫൈഡ് ആയിട്ടുള്ള US-ൻ്റെതാണ് FDA എന്ന് പറയുന്നത്. FDA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രേഡ് കളേഴ്സ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കളർ വരികയും ചെയ്യും, പക്ഷേ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഗ്ലോസി ആണ്, മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും, മാറ്റ് ഫിനിഷ് വരില്ല. മാറ്റ് ഫിനിഷിന് കെമിക്കൽസ് ചേർക്കും. അപ്പോൾ ഓരോന്നിനും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള പശ പോലത്തെ സാധനങ്ങൾ ചേർക്കുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആവും. നിങ്ങൾക്ക് എന്താണ്, നമുക്ക് പലരും ചോദിക്കാറുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തരും. ഇത് ലാസ്റ്റ് ചെയ്യും, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു നമ്മളിപ്പോൾ ഉള്ള 24 hours ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെതായ പരിമിതിയുണ്ട്. പക്ഷേ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റീഅപ്ലൈ ചെയ്താൽ മതി. ലോങ് ലാസ്റ്റിംഗ് ആണ്, ആ രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ പശ തേച്ച പോലെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല എന്നുള്ള ആ ഒരു റിസൾട്ട് വരുന്നില്ല. ഈ കളർഫുൾ ലിപ് ബാം മാം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ് ബാം എന്ന് പറയുന്നത്, പക്ഷേ അതൊരു കളറുണ്ട്. യൂഷ്വലി ലിപ് ബാമിന് ഒരു കളറില്ല. അപ്പോൾ ആ ഒരു ഐഡിയ എന്താണ്? ലിപ് ബാമിൽ ഞാൻ ആക്ച്വലി എക്സിബിഷൻസിന് കളർ ഇല്ലാത്ത ലിപ് ബാംസ് ആണ്. കാരണം ഡൽഹി വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ IIM-ന്റെ പ്രോജക്റ്റിൻ്റെ കൂടെ അവിടെ ചെയ്ത പ്രോജക്റ്റ് മാറ്റി എൻ്റെ തലയിൽ ഫുൾ ഇതായിരുന്നു, സ്ക്രബ്സ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ഡ്രൈനെസ്സിന് സ്ക്രബ്സ് ഉണ്ടാക്കി എക്സ്ഫോളിയേറ്റ് ആവും. നാച്ചുറൽ സ്ക്രബ്സ് ഉണ്ട്, കോഫിയുടെ ബോഡി സ്ക്രബ് ഒക്കെ അതുണ്ടാക്കി, ലിപ് ബാം ഉണ്ടാക്കി, ഓയിൽസ് ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കി. അപ്പോൾ നല്ല റിസൾട്ട് ആയിരുന്നു. IIM-ലെ പ്രൊഫസേഴ്സൊക്കെ ഇതൊരു ബിസിനസ് ആക്കണമെന്ന് പറഞ്ഞു. അന്നും എനിക്കൊരു ബിസിനസ് ആക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതൊരു റിസ്ക് അല്ലേ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും, എൻ്റെ ഫാമിലിയിൽ ബിസിനസ് ഫാമിലി അല്ല. അപ്പോൾ അതിനെപ്പറ്റി അധികം അറിവില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഇറങ്ങിയില്ല. പക്ഷേ പിന്നീട് നാട്ടിൽ വന്നപ്പം അമ്മയ്ക്ക് കുറച്ച് സോപ്സ്, നീ ഒരു സോപ്പ് തന്നിട്ട് പോകും. ഞാൻ വീട്ടിൽ കൊമേഴ്ഷ്യൽ സോപ്സ് ഒക്കെ എടുത്ത് മാറ്റിയപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും, പിന്നെ ഞങ്ങൾക്ക് കടയിൽ പോയി വാങ്ങിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കി. അപ്പോൾ ഒരു എക്സിബിഷൻ്റെ പറ്റി അറിയാൻ അതിൻ്റെ ഭാഗമായി കുറച്ച് അവയർനെസ്, ആൾക്കാർക്ക് അറിയില്ലല്ലോ, ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇതിനെപ്പറ്റി നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ട ആവശ്യകത അറിയത്തില്ലെന്ന് വിചാരിച്ച് അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സിബിഷൻ എടുത്തു. അപ്പം കുറച്ച് പ്രോഡക്ട്സ് ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ഒരാളുടെ റിവ്യൂ ആണ്, 2
ദിവസം യൂസ് ചെയ്തിട്ട് അവരുടെ സാധാരണ എണ്ണയും റോസ് വാട്ടറും ഒക്കെ തേച്ചിരിക്കണം കുളിച്ച് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സോപ്പ് മാത്രം കൊണ്ട് നല്ല ആശ്വാസം ഉണ്ടായി. ഓസം പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവരുടെ റിവ്യൂ, അതാണ് എൻ്റെ ലൈഫ് ശരിക്കും മാറ്റിമറിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചികിത്സയുടെ ഭാഗത്തായിട്ട് സബാറ്റിക്കൽ ലീവ് എടുത്ത് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്തു, റിസൈൻ ചെയ്തു. ഇതെന്തായാലും ഇതുപോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണം എന്തൊരു ചിന്ത വന്ന് ആ പ്യുവർ തോട്ടിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങണം. അപ്പം എൻ്റെ മനസ്സിൽ ബിസിനസ് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, സ്കിൻ ഇഷ്യൂസ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാകും. ചിലപ്പം ദൈവമായിട്ട് എന്നെ കൊണ്ട് അത് ഉണ്ടാക്കിപ്പിച്ചായിരിക്കും, അത് ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ, ഈ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എക്സിബിഷൻസിൽ പോയപ്പം ആൾക്കാർ ലിപ് ബാം വേണം എന്ന് പറയുന്നു. അപ്പം ലിപ് ബാമിന് കളർ വേണമെന്ന് പറയുന്നു. അപ്പം ഞാൻ പറയും കളറിൻ്റെ ആവശ്യം എന്താ, കളറിൽ അപ്പം പറയുന്നു ചെറിയ കുട്ടികളാണ്, അവർക്ക് ലിപ്സ്റ്റിക് എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് ഗ്രേഡ് കളേഴ്സ് ചേർത്തുണ്ടാക്കി. അതിപ്പോൾ 8 വർഷമായി, അത് നന്നായിട്ട് മൂവ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ലിപ് ബാംസ്. ലിപ് ബാംസ് എന്ന് പറഞ്ഞാൽ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആയിട്ട് കൊടുക്കാം. കവിളത്തെ കുട്ടികൾക്ക് ഇടണമെങ്കിൽ ഇടാം, ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം, 2 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. എന്തിനു യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ താല്പര്യമാണ്. ചില കുട്ടികൾ അമ്മമാർ ഇടുന്ന കണ്ടിട്ട് ലിപ്സ്റ്റിക് എടുത്ത് ഇടും. നമ്മുടെ എക്സിബിഷനിലെല്ലാം വന്ന് എടുത്ത് ചുണ്ടിൽ ഇട്ട് നോക്കാറുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നീട് ഞാൻ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോ എക്സിബിഷനിലും ആൾക്കാർ കാണുമ്പം ഡ്രൈ സ്കിൻ ആണ്, സോറിയാസിസ് ഉണ്ട്, അപ്പോൾ സോപ്പ് കഴിച്ചിട്ട് നല്ല ആശ്വാസമുണ്ട്, വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടോ, അപ്പം ഡ്രൈ ആവാതിരിക്കുമല്ലോ, അങ്ങനെയാണ് ക്രീംസ് ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഓരോ സ്റ്റോറി ഉണ്ട് ഉണ്ടാക്കിയതിന്. അപ്പോൾ ഹെയർ കെയർ ആയാലും. ലിപ് ബാമിനാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് വേണ്ടി വന്നത്? അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടി വന്നത് ഡിയോഡ്രൻസ് എന്നുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റും ഡിയോഡ്രൻസ് ആണ്. കാരണം ഏകദേശം ഒരു 3 വർഷം എടുത്തു അതൊരെണ്ണം ഫോമുലേറ്റ് ചെയ്ത് വരാൻ. അത് ഞാൻ കൂടുതലും US ഇതാണ് ന്യൂസാണ് ഫോളോ ചെയ്യുന്നത് നാച്ചുറൽ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട്. അവർ കുറച്ചുകൂടെ അവെയർ ആണ്. അതുപോലെ തന്നെ നല്ല പ്രോഡക്ട്സ് കിട്ടാൻ അവർ ഏതറ്റം വരെ പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു സ്റ്റഡി നടന്നത്, കുറേ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. നമ്മളുടെ അൺട്രാംസിൽ അപ്ലൈ ചെയ്യുന്ന ഡിയോഡ്രൻസിൽ അലൂമിനിയം സോൾട്സും അതുപോലുള്ള കെമിക്കൽസും ഉണ്ടായിട്ട് ലിംഫ് നോഡ്സ് ബ്ലോക്കായി ക്യാൻസറസ് ആവുന്നു, ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാവുന്നു എന്നുള്ള സ്റ്റഡി വന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ട്രൈക്ലോസാൻ, അലുമിനിയം സോൾട്സ്, അങ്ങനെയുള്ള പാരബൻസ്, അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉള്ള, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് അവർ ബാൻ ചെയ്യുകയും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ പലരും നാച്ചുറൽ ഡിയോഡ്രൻ്റ് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫോമുലേഷൻ റിസർച്ച് ചെയ്യാൻ എനിക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി 2-3 പ്രാവശ്യം ഉണ്ടാക്കി, കൺസിസ്റ്റൻസി ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്ന് പേപ്പറിൽ എഴുതിയപ്പം എനിക്കൊരു ഫോമുലേഷൻ അങ്ങനെ മനസ്സിലായി വന്നേ. അത് ചെയ്ത് നോക്കിയപ്പം അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. ആ പ്രോഡക്റ്റ് ഞാൻ പലർക്കും അയച്ചു കൊടുത്തു, പലരും ട്രൈ ചെയ്തു. എനിക്കൊരു 4-5 മണിക്കൂർ മണം നിൽക്കണം എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ അത് 18 തൊട്ട് 24 മണിക്കൂർ വരെ പലർക്കും മണം നിൽക്കുന്നുണ്ട്. അൺട്രാംസിൽ അപ്ലൈ ചെയ്താൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ കുളിക്കുന്ന വരെ മണം നിൽക്കുന്നുണ്ട്. അതും സട്ടിലായിട്ടുള്ള മണമാണ്, ഒരു ഓവർ പവറിങ് അല്ല. ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കാരണം കെമിക്കൽസ് ഒന്നുമില്ല. കൊക്കോ ബട്ടറിനകത്ത് എസൻഷ്യൽ ഓയിൽസ് ചേർക്കുന്നതാണ്. അപ്പം ഈ പെർഫ്യൂംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കസ്റ്റം മെയ്ഡായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ? കസ്റ്റം മെയ്ഡായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾക്ക് നമ്മളിപ്പം 20 ഗ്രാം തൊട്ട് 50 ഗ്രാം വരെയാണ് ഉണ്ടാക്കുന്നത്. 20 ഗ്രാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ നമുക്കതൊരു 1 കിലോ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ മാറി നിൽക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന അത് എല്ലാ മണവും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ചിലർ കോഫിയുടെ ചോദിച്ചു വരും, പക്ഷേ കോഫി നമ്മൾ ഇട്ടാൽ നമ്മളത് ബോഡിയിൽ ഇടുമോ എന്നുള്ള ഡൗട്ടാണ്. നമുക്ക് മണം ചിലത് ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മുടെ ബോഡിയിലിട്ട് നമ്മുടെ സ്വെറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പം ആ മണം നമുക്ക് സൂട്ട് ആവുന്നുണ്ടോ. ജാസ്മിൻ പലർക്കും ഇഷ്ടമുള്ള മണമാണ്, പക്ഷേ ചിലർക്ക് ജാസ്മിൻ ഒത്തിരി നേരം എടുത്താൽ തലവേദന, മൈഗ്രെയിനും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ള ന്യൂട്രൽ സ്മെൽസ് ആണ്. അല്ലെ ഇപ്പം വൈറ്റ് മസ്ക് എന്ന് പറഞ്ഞൊരു മണമുണ്ട്, അത് നന്നായിട്ട് പോകുന്നതാണ്. പിന്നെ ലോട്ടസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മണം ലോട്ടസ് ആണ്. അതുപോലെ ബ്രൂട്ടിന്റെ മണം, അത് നന്നായിട്ട് പോകുന്നുണ്ട്. അത് നല്ല വിയർപ്പിന്റെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ലാവൻഡർ പോകുന്നുണ്ട്. ലാവൻഡർ കൂടുതലും ജെൻസ് ആണ്, ഇത് യൂണിസെക്സ് ആണ്. ജെൻസ് യൂസ് ചെയ്യുന്നത് ലാവൻഡറും ബ്രൂട്ടാണ്. ബ്രൂട്ട് യൂണിസെക്സ് ആണ്, ലേഡീസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഊതുണ്ട്, ഊത് പ്യുവർ ഊതാണ്. ഊത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം, പക്ഷെ പ്യുവർ ഊത് നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ഓർഗാനിക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പം പ്യുവർ ഓർഗാനിക് സാധനങ്ങളാണല്ലോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ, ഇപ്പം മാഡം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്ക് ഇത് അഴുക്കാവും, ചീത്തയാവും. അപ്പോൾ അതിന് നമുക്ക് ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരില്ലേ?
ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലിപ് ബാം, കൺമഷി, ഡിയോഡ്രൻസ്, ഇതൊക്കെ പ്യുവർ ബട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വാട്ടറിൻ്റെ അംശം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു മൈക്രോബിയൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്തോ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് വരണമെങ്കിൽ അതിനകത്ത് നനവ് വേണം. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഓയിൽസിനകത്ത് തന്നെ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി നമുക്ക് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ 1 വർഷം ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് വേണമെങ്കിൽ നമുക്ക് BHT അതുപോലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ലിപ് ബാം പോലുള്ള പ്രൊഡക്ട്സിന് പ്രിസർവേറ്റീവ് ഇല്ലാതെയാണ്. എത്ര എക്സ്പയറി ഡേറ്റ്, എത്ര ഡ്യൂറേഷൻ ഉണ്ടാവും? അത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഓയിൽ കനച്ചു പോകും. നമ്മുടെ വീട്ടിലാണെങ്കിലും മഴക്കാലത്താണെങ്കിലും എണ്ണയ്ക്ക് ഒരു കനച്ച മണം ഉണ്ടാകും, പക്ഷേ അത് പിന്നെ എഡിബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ 2 വർഷം വരെ ഇരിക്കും, പക്ഷേ ഞാൻ 1 വർഷമാണ് എക്സ്പയറി പറയുന്നത്. 1 വർഷം കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ലിപ് ബാം ഒക്കെ 1 വർഷത്തിൽ കൂടുതൽ നിൽക്കും. ഇത് 6 ഗ്രാമിൻ്റെ കണ്ടന്റ് വരും. നമ്മുടെ സാധാരണ ലിപ്സ്റ്റിക് ഒക്കെ ലെസ് ദാൻ 1 ഗ്രാം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് ജസ്റ്റിഫൈഡ് ആണ്. പക്ഷേ എന്നാലും നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ റേറ്റ് കൂടും. കാരണം നമ്മൾ ഈ ഓർഗാനിക് അല്ലെങ്കിൽ നാച്ചുറൽ ആണെന്ന് പറയുമ്പോഴും അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാരണം അത്രയും ബൾക്കായിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് കിട്ടത്തില്ല. അപ്പം സ്നാനായെ സ്കെയിലപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അത് പോസിബിൾ ആകുമോ എന്നൊരു തോന്നലുണ്ടോ? പോസിബിലിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ പറഞ്ഞില്ല, അത്രയും ബൾക്കായിട്ടൊരു നാച്ചുറൽ പ്രോഡക്റ്റ്, ഇപ്പം ഒരു 1 ടൺ സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ, 1 ടൺ ലിപ് ബാം ഉണ്ടാക്കണമെങ്കിൽ അത്രയും പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയി കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസർച്ച് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ട്? കാരണം R&D ഭയങ്കര ഇഷ്ടം അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ, ചെയ്യാൻ പറ്റും. ഇപ്പം പക്ഷെ നമ്മൾ ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ആണ്. കാരണം ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ആണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. വലിയ മെഷീനറി ഒന്നും എടുത്തിട്ടില്ല. മെഷീനറി എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇപ്പം കൊക്കോ ബട്ടർ ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അബ്സല്യൂട്ട്, റോസ് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ ഓയിലാണ് ഉപയോഗിക്കുന്നത്. റോസ് അബ്സല്യൂട്ട് 1/2 കിലോയ്ക്ക് 20,000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്യുവർ റോസിൻ്റെ ഓയിലാണ്. അപ്പോൾ ഫ്ലേവേഴ്സോ അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പം ഐസ്ക്രീമിലും കേക്കിലും ഒക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആണ്. ഇപ്പം വാനില എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം കാരമൽ എന്ന് പറഞ്ഞ ലിപ് ബാമിൽ വാനില എക്സ്ട്രാക്ട്, അത് പ്യുവർ വാനില എക്സ്ട്രാക്റ്റാണ്. അതിൻ്റെ ഫ്രാഗ്രൻസോ ഫ്ലേവറോ അല്ല യൂസ് ചെയ്യുന്നത്. രണ്ടാണ്. അപ്പോൾ എത്രയും പ്യുവറായിട്ട് ചെയ്യാവോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കൊക്കോ ബട്ടറാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയാണ് ചോക്ലേറ്റ് ഇൻഡസ്ട്രി. അവിടെ അത്രയും കൊക്കോ ബട്ടർ അവൈലബിൾ ആണെങ്കിൽ നമുക്കും അത്രയും കൊക്കോ ബട്ടർ അവൈലബിൾ ആണ്. അപ്പോൾ പക്ഷേ ആൾക്കാർ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം പെട്രോളിയം ബൈ പ്രോഡക്റ്റ്, പാരഫിൻ വാക്സ് ആണ് പകരം ചേർക്കുന്നത്. ഇപ്പം 150 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലിപ് ബാംസിൽ പാരഫിൻ വാക്സ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഭയങ്കര എക്സ്പെൻസ് കുറവുള്ള സാധനമാണ്, ചീപ്പാണ്. അത് പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന, ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സാധനം പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അതിന് വിലയില്ല എന്ന് പറഞ്ഞ്, പക്ഷെ അത് പുറമേ ഇടുമ്പോൾ കുറച്ച് നേരം വാട്ടറിന് റെസിസ്റ്റൻ്റ് ആയിരിക്കും, ഹൈഡ്രേഷൻ പോലെ നമുക്ക് തോന്നുമെങ്കിലും അത് ലോങ് ടൈമിൽ റിസൾട്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ കൊക്കോ ബട്ടറാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ആ ഓയിൽസ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് പിഗ്മെൻറ്റേഷൻ ഇല്ലാതിരിക്കാനും ഡാർക്ക്നെസ് മാറാനും ഫുൾ ഡേ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അതിനൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ചീപ്പായിട്ട് അവെയർ അല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ച് ഇത് മതി എന്ന് വിചാരിക്കുന്നത്. ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ലിപ് ബാംസ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ഡെയിലി യൂസിന് നല്ലതാണ്. ശരിക്കും നല്ല കളറും തരുന്നുണ്ട്, മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ ഓരോ കാലാവസ്ഥ, ഈ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ആയിരിക്കില്ല വേറൊരു സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വേറൊരു കൺട്രി പോകുമ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കാലാവസ്ഥയായിരിക്കും. ഇത് ഈ ബ്യൂട്ടി പ്രോഡക്ട്സിന് അതിൻ്റെ മേക്കിങ്ങിൽ അതൊരു ചാലഞ്ചിങ് ഫാക്ടർ അല്ലേ? അതെ, ആണ്. ഞാനിപ്പം ദുബായിൽ നിന്ന് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബട്ടറി ആയിട്ടുള്ള പ്രോഡക്ട്സ്, ലിപ് ബാം ആയാലും ഡിയോ ആണെങ്കിലും വേറെ രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യണം. എനിക്ക് അതിനകത്ത് വാക്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, നാച്ചുറൽ വാക്സ് തന്നെ, ബീസ് വാക്സ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ബട്ടർ മെൽറ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റിൽ ആ ടെമ്പറേച്ചർ ഓക്കെയാണ്. പക്ഷേ അവിടുത്തെ ഇതിൽ നല്ല സമ്മേഴ്സ് വരും അവിടെ. അപ്പം 50 ഡിഗ്രീസിലൊക്കെ നിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നേരത്തെ മെൽറ്റ് ആയി പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും കൂടുതലും പെർഫ്യൂംസ് ആണ് താല്പര്യം. കാരണം പെർഫ്യൂംസ് കൊണ്ട് സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റാണ് ദുബായൊക്കെ. പക്ഷേ ഇത് ഡിയോഡ്രൻസ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂമിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യും, അണ്ടർആംസ് ഡാർക്ക്നെസ് കുറയ്ക്കും, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. പിന്നെ അണ്ടർആംസിൽ മാത്രമല്ല, ബോഡിയിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ആണുങ്ങൾക്ക് ബിയർഡിലൊക്കെ അപ്ലൈ ചെയ്യാം. കാരണം ഹെയർ പോറസ് ആയതുകൊണ്ട് കൂടുതൽ നേരം മണം ലാസ്റ്റ് ചെയ്യിക്കും. അപ്പോൾ എനിക്ക് മണം ഉണ്ടാവണമെന്ന് മാത്രമല്ല, ആ മണം
മണം എനിക്ക് അറിയണം എന്നും കൂടി ഇഷ്ടമുണ്ട്. അപ്പോൾ പെർഫ്യൂംസ് ഒക്കെ ഇട്ടാൽ നമുക്ക് ചിലപ്പോൾ ആ മണം അറിയത്തില്ല. ഇതിനകത്ത് ലൈറ്റായിട്ട് സട്ടിലായിട്ട് നമുക്ക് ആ മണം അറിയാൻ പറ്റും. സോ അതൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പം ഓരോരുത്തരുടെ ജേർണി ഉണ്ട്, ഓരോ ഓൺടർപ്രണറിൻ്റെ ഒരു ജേർണി ഉണ്ട്. ആ ജേർണിയിൽ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ആ പ്രോഡക്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, കണ്ടിന്യൂസ്ലി മേടിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലെവൽ, ആ ലെവലിലേക്ക് എത്തുന്നത് വരെ ആ സ്ട്രഗിൾ ആരും അറിയത്തില്ല. അപ്പം ഈ പറയുന്ന ആ സ്ട്രഗിളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരായിരുന്നു, അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയാനാണെങ്കിൽ ആർക്കായിരിക്കും താങ്ക്സ് പറയുക? എൻ്റെ ജേർണി കൂടുതലും ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു ചെയ്തത്. കാരണം വീട്ടിലെല്ലാവരും സൈലൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മുഖ്യധാരയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. അവരുടേതായ ജോലി തിരക്കും കാരണങ്ങളും, പിന്നെ ഇതിനെപ്പറ്റി ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി അറിയില്ല, ബിസിനസ്സും അങ്ങനെ അറിയത്തില്ല. അപ്പം പലപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പോകുന്ന വഴി ശരിയാണോ. പിന്നെ പല ബിസിനസ്സുകാരും പലതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ ജേർണി എപ്പോഴും യുണീക്കായിരിക്കും. ഒരു ജോബിലെ പോലെ അല്ല ബിസിനസ്. ഞാൻ രണ്ടും ചെയ്തുകൊണ്ട് രണ്ടിനും ഡിഫറൻസ് അറിയാം. ജോബിൽ ഞാൻ ഭയങ്കര മികച്ച ഒരാളായിരുന്നു. കരിയറിൽ LPUവിൽ ടീച്ചറായിട്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവിടുത്തെ ബെസ്റ്റ് ടീച്ചർ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ US MNCയിലൊക്കെ പ്ലേസ്ഡ് ആയിരുന്നു ഞാൻ. അപ്പം ജോബിലും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയേനെ ഒരു പക്ഷേ ഇതിൽ കിട്ടുന്ന ഒരു മാനസികമായ ഒരു സന്തോഷം അതൊരു ഡിഫറെൻ്റ് ആണ്. ഒരാൾ എന്നും എന്തെങ്കിലുമൊക്കെ റിവ്യൂ ഉണ്ടാവും, ഒരാൾ അത് നല്ലതാണ് നിർത്തരുത് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അത് ഭയങ്കര വലുതാണ്. അപ്പം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയാനായിട്ട് ഫാമിലിയുടെ സപ്പോർട്ട്, ഞാൻ എന്തായാലും ഈ വഴി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തത് ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, ബ്രദർ, അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ പലപ്പോഴും കോവിഡിൻ്റെ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും കസ്റ്റമേഴ്സ് കൂടുതൽ തിരിച്ചു വരുന്നതായിരുന്നു. അത് ബുദ്ധിമുട്ടാണ്. സാധാരണ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഒരു പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് എൻ്റെ വെബ്സൈറ്റിൽ പോയി snananaturals.com എന്നുള്ള വെബ്സൈറ്റിൽ പോയി ഓർഡർ ചെയ്ത് ഷിപ്പിംഗ് ഫീയും കൊടുത്ത് വെയിറ്റ് ചെയ്ത് ആണ് ആൾക്കാർക്ക് കിട്ടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. സിമിലർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ കെമിക്കൽ പ്രോഡക്റ്റോ പകുതി വിലയ്ക്ക് വാങ്ങിക്കാം. എന്നിട്ടും അവർ എഫേർട്ട് എടുക്കുന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലുള്ള ഒരു ട്രസ്റ്റാണ്, അത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് കണ്ടിട്ടാണ് എന്നുള്ളതാണ്. പലപ്പോഴും പലരും വിചാരിക്കുന്നത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ബിസിനസ് തുടങ്ങാം എന്നാണ്. എമൗണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് മനസ്സ് വേണം. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ സെറ്റിനകത്ത് ഉള്ളതാണോ, എന്തായാലും പഠിച്ചെടുക്കാം. ഞാൻ ഒരു ബേസും ഇല്ലാതെ ഇത് പഠിച്ചെടുത്തതല്ലേ. നമുക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ, ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും എന്തായാലും ഒന്നും പാടല്ല. നമുക്ക് ആഗ്രഹമുണ്ട്, അതിനകത്ത് മികച്ചതാവണം എന്നൊരു ഇതുണ്ട്, നല്ല ഇൻറ്റൻഷനാണ്, നല്ലത് ആൾക്കാർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. സമയമെടുക്കും. എല്ലാ ഷോപ്പുകളിലും അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ടൊരു കണ്ടന്റ് വരിക, അത് സാധാരണക്കാരെല്ലാവരും ഉപയോഗിക്കുമ്പോഴേ ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്തത്തുള്ളൂ. ഒരു പ്രീമിയം പ്രോഡക്റ്റിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോട്ടാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നിടത്താണ് ആ പ്രോഡക്റ്റിൻ്റെ ഒരു റീച്ച് എന്ന് പറഞ്ഞാൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട്. ഒരു ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ ഇതാക്കാൻ അതായിരിക്കും ഏറ്റവും ബെറ്റർ വേ എന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ, അത് ആ എയിംസ് എന്തായാലും അത്ര തന്നെ ഉയർന്നതാണെന്ന് അറിയാം. അതെല്ലാം അച്ചീവ് ചെയ്യട്ടെ. ഇപ്പോൾ ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്ത് താങ്ക്സ്. താങ്ക്സ് a lot. താങ്ക് യു.